സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾക്കിത് കണ്ടറിയാം. ഇതിലെഴുതിയിട്ടുണ്ട്, ഇഫ്കോ കമ്പനിയുടെ നാനോ യൂറിയ ലിക്വിഡാണിത്. ഇപ്പോൾ ഇത് ചെടികളൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കണ്ടല്ലോ അത് അല്ലേ? ഇതിൻ്റെ 1 ലിറ്ററിൻ്റെ രൂപത്തിലുണ്ട്, 1/2 ലിറ്റർ രൂപത്തിലുണ്ട്. ഇപ്പോൾ എനിക്ക് 1/2 ലിറ്ററിൻ്റെ മതിയായിരുന്നുകൊണ്ട് 1/2 ലിറ്ററിൻ്റെ ഞാനിത് വാങ്ങി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെടികൾക്ക് പ്രയോജനം ചെയ്യുന്നത് എന്നുള്ള വിശദാംശം. അപ്പോൾ ഈ നാനോ യൂറിയ എന്ന് പറയുമ്പോൾ അത് ടൈനി പാർട്ടിക്കിളാണ് അതിലുള്ളത്. യൂറിയയുടെ ഏറ്റവും ചെറിയ ചെറിയ ഘടകങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് ആവശ്യത്തിന് ഡൈല്യൂട്ട് ചെയ്ത് അടിക്കുമ്പോൾ ഈ ഇലകളുടെ കോശങ്ങളുണ്ടല്ലോ, അടിയിലും മുകളിലും കോശങ്ങളുണ്ടെന്നുള്ള മുൻ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോശങ്ങളുടെ സുഷിരങ്ങൾ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിലൂടെയാണല്ലോ അത് വലിച്ചെടുക്കുന്നത്. അപ്പോൾ നാനോ യൂറിയ ആകുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ചെടികളുടെ കോശങ്ങളിലേക്ക് പെനട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് അതിന് കൂടുതലുണ്ട്. അത് മറ്റ് യൂറിയ അപേക്ഷിച്ച് അതൊരു ഗുണമാണ്. പിന്നെ ഈ നാനോ യൂറിയ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ഗുണം, നമ്മളിപ്പോൾ മണ്ണിൽ ചേർക്കുന്ന ജൈവവളങ്ങൾ, രാസവളം ആയിക്കോട്ടെ, എന്താണേലും ചെടികൾ ഒരു 30 മുതൽ 60% വരെ അത് വലിച്ചെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ വേസ്റ്റായിട്ട് പോവുക ചെയ്യുന്നത്. അത് വലിച്ചെടുക്കപ്പെടുന്നില്ല വേരിലൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജൈവവളമോ രാസവളമോ മണ്ണിൽ പ്രയോഗിക്കുമ്പോൾ ഒന്ന് വേരിന് കംപ്ലൈൻറ്റ് വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും വളങ്ങൾ നമുക്ക് വെറുതെ മണ്ണിൽ കിടക്കുക ചെയ്യാൻ, അത് നമുക്ക് പ്രയോജനപ്രദമല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫോളിയറായിട്ട് നാനോ യൂറിയ കൊടുക്കുമ്പോൾ അത് നമുക്ക് നഷ്ടം വരുന്നില്ല. അത് പൂർണ്ണമായിട്ടും ചെടിയങ്ങ് വലിച്ചെടുക്കും. റിസൾട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. ഒരു 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് എൻ്റെ റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ അതിൻ്റെ ശക്തി അറിയണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ ഏതെങ്കിലും കളനാശിനി അടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും ചെടി വാടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇലകളിലൂടെയല്ല വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളിങ്ങനെ ഇലകളിലൂടെ പോഷണം കൊടുക്കുമ്പോൾ അത് ഏതാനും മണിക്കൂർ കൊണ്ട് ചെടിയിൽ എത്തിച്ചേരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു മാറ്റം വരുത്താൻ സഹായപ്രദമാണ്. നമ്മൾ ചെയ്യുന്ന മറ്റ് വളങ്ങൾ വേരിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്ക് 10-15 ദിവസം താമസം ഉണ്ടാവും. അപ്പോൾ ആ കാലതാമസം ഒഴിവാക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ അതിന് വലിയ വിലയും വരുന്നില്ല. അതാണ് എൻ്റെ ഗുണം. അപ്പോൾ അങ്ങനെ ചില ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, പോളിയർ വളം നമ്മൾ നാനോ യൂറിയ വിശേഷിച്ച് കൊടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നൈട്രജനാണെന്ന് പറഞ്ഞല്ലോ, അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കമ്പനികൾക്കും ഓരോ തരത്തിലാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇഫ്കോയുടെ നാനോ യൂറിയയുടെ. ഇഫ്കോയ്ക്ക് നാനോ യൂറിയ മാത്രമല്ല കേട്ടോ, നാനോ DAP ഉണ്ട് അവർക്ക്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അത് ഈ ഓരോ കമ്പനികളിലും അത് ഡൈല്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അളവ് കൊടുത്തിട്ടുണ്ട്. എത്ര ആണ് ഡൈല്യൂട്ട് ചെയ്യേണ്ടതെന്ന് അളവ് കൊടുത്തിട്ടുണ്ട്. ആ അളവും പ്രകാരമാണ് നമ്മളത് ചെയ്യാനായിട്ട്. അപ്പോൾ 1 ലിറ്ററിന് എത്ര മില്ലി എന്നൊരു കണക്കുണ്ട്. അപ്പോൾ ആ കണക്ക് പ്രകാരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതാണ് കറക്റ്റ്. ഓരോ കമ്പനിക്ക് വ്യത്യാസമുണ്ട്. കാരണം അവർ ആ ലിക്വിഡിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചിലതിൽ 4% ഉണ്ടാകത്തുള്ളൂ നൈട്രജൻ അളവ്, ചിലതിൽ 16 മുതൽ 20% വരെ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കമ്പനി പറയുന്ന ആ ഒരു ഡയറക്ഷനാണ് നമ്മൾ തീർച്ചയായിട്ടും പിൻപറ്റേണ്ടത്. എത്ര ശതമാനം അതിനകത്ത് ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് എത്രത്തോളം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ടെക്നോളജി വളരെയധികം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ കൃഷി രീതിയും മാറും. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതികളെല്ലാം ഉപേക്ഷിച്ച് പുതിയ രീതിയിലേക്ക് വരേണ്ടത് ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. കാരണം കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ, മണ്ണിൻ്റെ ഘടനയിലുള്ള മാറ്റം, ഇങ്ങനെയുള്ള ഒട്ടനവധി ഘടകങ്ങൾ നമ്മുടെ കൃഷിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ? തരിശുഭൂമിയിൽ ഒന്നും ഉണ്ടാകാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന തരിശുഭൂമിയിലല്ലേ ഇസ്രായേലിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കൃഷി നടത്തുന്നത് അല്ലേ? ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലാണ് അവർ ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ കൃഷി പഠിക്കാൻ കൊണ്ട് പോകുന്നുണ്ട് ഉണ്ടോ? അപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഈ നാനോ യൂറിയ എന്ന് പറയുന്ന ഈ കണ്ടുപിടുത്തം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമാണ്. കാരണം നാനോ യൂറിയയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പണപരമായിട്ടുള്ള ലാഭം ഇത് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഭൂമിയെ അധികമായിട്ട് ഓവറായിട്ടുള്ള വളം ചെയ്ത് അതിൻ്റെ ഘടന മാറ്റുന്നില്ല. അതാണ് കാരണം. നമുക്കറിയാം, നമ്മൾ ചുവട്ടിൽ പ്രയോഗിക്കുന്ന വളങ്ങൾ
100% ഈ ഒരു കാരണവശാലും ചെടികൾ വലിച്ചെടുക്കുകയില്ല. ഒരു 30% മുതൽ 60% വരെയൊക്കെ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി അവിടെ എക്സസ് ആയിട്ട് വരും, ആ ചെടികൾ വലിച്ചെടുക്കുന്നില്ല. എന്നാൽ നമ്മൾ നാനോ യൂറിയ കണക്കുള്ള ഇതുപോലുള്ള വളങ്ങൾ നമ്മൾ ചെടി ഫോളിയറായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊട്ടും വേസ്റ്റ് ആകുകയില്ല. അപ്പോൾ മണ്ണിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരികയില്ല, എക്സസ് ആയിട്ട് അവിടെ കിടക്കത്തില്ല, അങ്ങനെ മണ്ണിൻ്റെ ഘടന പോകത്തില്ല, വേരുകളെ അത് നേരിട്ട് ബാധിക്കുന്നില്ല, തന്നെ വേര് നല്ല ബലവത്തായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെടികൾ ആരോഗ്യത്തോടെ നിൽക്കും. ഈ വേര് പോകുന്നതാണല്ലോ പലപ്പോഴും പ്രശ്നം, വേര് കഴിഞ്ഞു പോകും. അപ്പോൾ ഈ രാസവളത്തിൻ്റെ ശരിയായ വിധത്തിലല്ലാത്ത ഉപയോഗത്തിലൂടെ വേരുകൾ നശിച്ചു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും വേനൽക്കാലത്ത് ചെടികൾക്ക് വാട്ടം സംഭവിക്കുന്നത്. അപ്പോൾ വേര് സുരക്ഷിതമാക്കി നിർത്താൻ തക്കണം നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഫോളിയാർ വളങ്ങളിലൂടെ അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ട് ബെനിഫിറ്റാണ്. ഒന്ന്, അത് പെട്ടെന്ന് തന്നെ ആട്ടി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് ചെടികളിൽ എത്തിച്ച് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ. പക്ഷെ നമ്മൾ അല്ലാതെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ചെടികൾ വലിച്ചെടുത്ത് ഒരു 10-15 ദിവസം കഴിയാൻ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ല, അല്ലേ? കളനാശിനി അടിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 2 ദിവസം കൊണ്ട് ചെടി വാടിപ്പോവും, അല്ലേ, കളനാശിനി. അപ്പോൾ അത് ചെടികളിൽ എവിടെയാണ് വലിച്ചെടുക്കുന്നത്? അതിൻ്റെ ഇലകളിലൂടെ വലിച്ചെടുത്തല്ലേ ആ ചെടിക്ക് അത് പെട്ടെന്ന് അഫക്റ്റ് ആകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതിന് നാനോ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് അത് എഫക്റ്റ് ആവും. അത് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് ചെടികൾക്ക് അതിൻ്റെ ഇലകളിലൂടെ ഈ പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയിലും മേളിലുമായിട്ട് അടിച്ചു കൊടുക്കുക, അത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യും. അപ്പോൾ ഈ വിധത്തിലുള്ള ചില കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജികൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഇതിപ്പോൾ പെട്ടെന്നായിട്ട് നിലവിലുണ്ടായിരുന്നു, പക്ഷേ അനേകം ആളുകൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സംഗതി. അവർ വേരിലൂടെ പ്രയോഗിച്ച് ചെടികൾക്ക് പോഷണം കൊടുക്കുന്ന ഒരു പരമ്പരാഗത രീതിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതൊക്കെ മാറ്റാനുള്ള സമയമായി. നമ്മൾ ഫോളിയാറിലൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ലേബർപരമായിട്ടുള്ള ലാഭമുണ്ട്, അതുകൂടാതെ പണപരമായ ലാഭമുണ്ട്, അതുകൂടാതെ പ്രകൃതിയെ നമുക്ക് കൂടുതൽ സംരക്ഷിക്കാൻ കഴിയും. കാരണം അധികം വേസ്റ്റ് വരുന്നില്ല അതിനകത്ത്. മണ്ണിൽ പ്രയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ഘടന മാറും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ തുടങ്ങാൻ കഴിയും. അതുകൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ടെക്നോളജികളും തീർച്ചയായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ കൃഷിയെ ഏറ്റവും മെച്ചപ്പെട്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക.